ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദുക്കളുടെ കുത്തക അവകാശമില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ. CPIഎമ്മിനായി സംഘപരിവാർ സംഘടനകളെ വെല്ലുവിളിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കം ഏറെ ശ്രദ്ധേയമാവുകയാണ്. BJPയെയും സംഘപരിവാറിനെയും തള്ളിപ്പറഞ്ഞുള്ള നിലപാട് സമീപകാലത്ത് വെള്ളാപ്പള്ളിയിൽ നിന്ന് ആദ്യമായി ഉണ്ടാവുകയാണ്. ഹിന്ദു ഐക്യവേദി SDP NSSനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് അവർ പറയുന്നത്. ഹിന്ദു ഐക്യവേദിയൊക്കെ വരട്ടെ, അപ്പോൾ അവരെ എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞങ്ങളാരും നല്ലതാണ് അവർ പറഞ്ഞത്. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഹിന്ദുക്കളുടെ എല്ലാത്തിൻ്റെ കുത്തകാവകാശം ഒന്നും അവർക്ക് ആർക്കുമില്ല. ആദ്യം എതിർപ്പ് പറഞ്ഞ BJPയിലെ പലർക്കും അതേ ശക്തി ഇപ്പം ഇല്ല. ഇപ്പം പാരലായിട്ട് യോഗം കൂടുമെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെതായ ശക്തമായ ഒരു നീക്കം കാണുന്നില്ല. പക്ഷെ ഇതിനെ കൂടുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് കുമ്മനം പറയണമെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് BJPയുടെ ഭാഗത്തു നിന്ന് ആദ്യം കണ്ട എതിർപ്പ് ശക്തമായിട്ട് തുടർന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജനം ഒഴുകി ഈ സംഗമത്തോടുകൂടി ചേർന്ന് കഴിഞ്ഞു. സമീപകാലത്തായി CPM അനുകൂല നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കാറുണ്ട്. അപ്പുറത്ത് കോൺഗ്രസിനെ ആയിരുന്നു രൂക്ഷമായി ആ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടായിരുന്നു. ലീഗിനെതിരെയും കടുത്ത പരാമർശങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു CPM അനുകൂല നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചു വരികയായിരുന്നു. പക്ഷെ BJPക്കെതിരെ കാര്യമായ വിമർശനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് BJPയെ വിമർശിക്കുന്നു എന്ന് മാത്രമല്ല, ഹിന്ദു ഐക്യവേദിയെ കുറച്ചുകൂടി തീവ്രമായി പ്രവർത്തിക്കുന്ന സംഘപരിവാറിനെ തന്നെ അതിനെതിരെ തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഹിന്ദുക്കളുടെ കുത്തകാവകാശം ഹിന്ദു ഐക്യവേദിക്കില്ല എന്ന നിലപാടാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനോട് ഒരു മിതമായ സമീപനത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. നേരിട്ട് തുറന്ന് തിരിച്ചടിക്കുന്ന ഒരു രീതിയിലേക്ക് ഹിന്ദു ഐക്യവേദിക്കും കാണാൻ കഴിയില്ല. എന്തായാലും അയ്യപ്പ ഭക്ത സംഗമം അത്ഭുതമായി മാറും, അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെ പരിഹാസ്യരായി മാറും എന്ന കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു വെള്ളാപ്പള്ളി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു പ്രതികരണം നടത്തുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തീർത്തും നമുക്ക് കാണാൻ കഴിയും. അത് CPM അനുകൂല രാഷ്ട്രീയമാണ്. അതിലൊന്നുകൂടി വ്യക്തത വരുന്നു. അത് കോൺഗ്രസിനെതിരെ മാത്രമല്ല, BJPക്കെതിരെ കൂടി സംഘപരിവാറിനെ ആകെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് എന്നതാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാടായിപ്പാറയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയതിനെതിരെ പ്രതിഷേധിച്ച 40 BJP പ്രവർത്തകർക്കെതിരെ കേസ്. പഴയങ്ങാടി പോലീസാണ് കേസെടുത്തത്. ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകടനം നടത്തിയെന്നാണ് FIR. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് K വിനോദ് കുമാർ ഉൾപ്പെടെ കേസിൽ പ്രതിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി സംഘടന തിരുവോണ നാളിൽ ദേവസ്വം ഭൂമിയിൽ നടത്തിയ പലസ്തീൻ അനുകൂല സംഗമം വിവാദമായിരുന്നു. പ്രകടനവുമായി എത്തിയിട്ടായിരുന്നു ഇന്നലെ BJP പ്രതിഷേധം നടത്തിയത്. കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ തുടക്കമിട്ട റീൽസ് വിവാദം ഏറ്റുപിടിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനായി സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന അനുകൂല പ്രചാരണങ്ങളെ തള്ളിയാണ് പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കിയത്. കോൺഗ്രസ് ജീവിക്കുന്നത് റീൽസിലും സോഷ്യൽ മീഡിയയിലും അല്ലെന്ന് വ്യക്തമാക്കിയ സതീശൻ സൈബർ ആക്രമണങ്ങളിലൂടെ പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നും തുറന്നടിച്ചു. സതീശന്റെ ഈ ഉറച്ച നിലപാടിന് പിന്നിൽ റീൽസ് അല്ല റിയൽ എന്ന തിരിച്ചറിവാണോ അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളോ എന്നതാണ് വ്യക്തമാകേണ്ടത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, റീലുകളിലും അല്ല കോൺഗ്രസ് ജീവിക്കുന്നത്. കോൺഗ്രസ് റീലുകളിലും അല്ല, സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ്. ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് അജയ് തറയിൽ തുടക്കമിട്ട റീൽസ് വിരുദ്ധ പരാമർശം ഏറ്റുപിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ആരോപണങ്ങളെ തുടർന്ന് മാറ്റിയ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വലിയൊരു സൈബർ പ്രചാരണം നടന്നത്. ഈ പ്രചാരണം
രാഹുലിനെ തിരിച്ചെടുക്കുന്ന നടപടികളുടെ ഭാഗമായി മാറുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് അതിരൂക്ഷമായ ഭാഷയിൽ. കേരളം മുഴുവൻ ഇളകി വന്നാലും തന്റെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. അത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനഹൃദയങ്ങളിലാണ്, റീൽസിലും സോഷ്യൽ മീഡിയയിലും അല്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത് ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരായ കൃത്യമായ മുന്നറിയിപ്പ് കൂടിയായി മാറുകയായിരുന്നു. തന്നെ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുലിന് വേണ്ടി നടക്കുന്ന ക്യാമ്പയിനുകൾ പെയ്ഡ് പ്രൊമോഷനാണ് എന്ന വിമർശനം പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ഉയർത്തുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ നിലപാട് വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ നിലപാടെടുത്ത വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് അതിരൂക്ഷമായ വ്യക്തിഹത്യ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വനിതാ നേതാക്കൾ തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വിഷയത്തിൽ അതൃപ്തി അറിയിക്കുകയും നടപടി ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. KPCC നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്നും കൃത്യമായ നിയന്ത്രണം സൈബർ ഹാൻഡിലുകളിൽ ഉണ്ടാകുമെന്നുമുള്ള ഉറപ്പ് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയതിനു ശേഷവും കൃത്യമായ കടന്നാക്രമണം വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് KPCCയുടെ അടുത്ത നേതൃയോഗത്തിലടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുൽപ്പള്ളിയിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്ത കേസിൽ കോൺഗ്രസ് നേതാവ് തങ്കച്ചൻ അറസ്റ്റിലായത് ദൗർഭാഗ്യകരമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പോലീസ് വ്യക്തമായി അന്വേഷണം നടത്താതെ നിരപരാധിയെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സംസ്ഥാന നേതാവും മുഷാവറ അംഗവുമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. പല മന്ത്രിമാർക്കും MPമാർക്കും MLAമാർക്കും ഭാര്യയ്ക്കു പുറമെ ഇൻചാർജ് ഭാര്യമാർ ഉണ്ട് എന്നാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ പരാമർശം. ഇങ്ങനെ ഇല്ലാത്തവർ കൈയുയർത്താൻ പറഞ്ഞാൽ ആരുമുണ്ടാകില്ല എന്നാണ് അധിക്ഷേപം. നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്, അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MPമാരുണ്ട്, MLAമാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി, അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ് അങ്ങനെ പേരെങ്ങനെ പറയില്ല എന്ന് മാത്രം. എത്ര ആളുണ്ടായിരുന്നു അത് ഇല്ലാത്തവരാരെന്നെ കയ്യൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കയ്യൊന്തിക്കും? ലെവിയും ഓണറേറിയവും നൽകാത്ത ജനപ്രതിനിധികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ലെന്ന് മുസ്ലിം ലീഗ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നാകും വിലക്കുക. സെപ്റ്റംബർ 4 ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലായിരുന്നു തീരുമാനം. ബാഫക്കി തങ്ങൾ സെന്റർ നിർമ്മാണത്തിന് 1 മാസത്തെ ഓണറേറിയം നൽകാൻ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതും പാർട്ടി ലെവിയും ഓണറേറിയവും അടയ്ക്കാൻ സെപ്റ്റംബർ 20 വരെ പാർട്ടി സമയം അനുവദിച്ചു. ഇതിനുശേഷവും മുടക്കം വരുത്തുന്നവരുടെ വിവരങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാനാണ് തീരുമാനം. അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമാക്കിയതിൽ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണം. സുപ്രീം കോടതി വിധി 50,000-ഓളം അധ്യാപകരെ ബാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ ഇന്ത്യൻ സൈന്യത്തിലെ ചിനാർ കോപ്സ് വധിച്ചു. ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന് വെടിയേറ്റിട്ടുണ്ട്. ഇയാൾ ചികിത്സയിലാണ്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുൽഗം ജില്ലയിലെ ഗുദാർ വനമേഖലയിൽ സംയുക്ത സേന നടത്തിയ തെരച്ചിലിന് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. ഓപ്പറേഷനിൽ ഇന്ത്യൻ സേനയ്ക്കൊപ്പം CRPFും ജമ്മു കാശ്മീർ പോലീസും പങ്കാളികളായിട്ടുണ്ട്. മേഖലയിൽ കൂടുതൽ തെരച്ചിൽ നടത്തുമെന്ന് സേന അറിയിച്ചു. 5 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി 22 സ്ഥലങ്ങളിൽ NIA പരിശോധന നടത്തി. ഇന്ത്യയിലെ തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. കശ്മീരിൽ പുൽവാമ, കുൽഗാം, ഷോപ്പിയാൻ, ബറാമുള്ള, കുപ്വാര ജില്ലകളിൽ നടത്തിയ പരിശോധനയിൽ 5 ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ചില ഡിജിറ്റൽ ഉപകരണങ്ങളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. രാവിലെ 10 മുതൽ 5 വരെയാണ് പോളിംഗ്. ഇലക്ടറൽ കോളേജിൽ 782 പേരാണുള്ളത്. NDAക്ക് 426 MPമാരുടെ പിന്തുണയുണ്ട്.